എവിടേക്കോ കേറി എൻ്റെ മോനെ. ഹായ് പോലോ ഹായ്. അവസാനം എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ചിത്രം പാടെ മാറ്റിയിട്ടാ. കോമൺ റൈഡറിനുണ്ടായത് പിരാന്ത്, അത്രേ ഉള്ളൂ. കബീർ ഒരു കുഞ്ഞിനെ വണ്ടിയിൽ ഇരുത്തിയിട്ട് റൗണ്ടൊക്കെ ഇട്ട് പാരൻസിൻ്റെ താല്പര്യം പരിഗണിച്ചുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഞങ്ങളിപ്പോൾ നെക്സ്റ്റ് ജോധ്പൂർ പിടിക്കുകയാണ്. ഓക്കെ അല്ലേ മുത്തേ, പോവാം. അപ്പോൾ ഇവിടെ നമ്മൾ കഴിഞ്ഞു, ഇനി നമ്മൾ പോവാണ്. ഓക്കെ, ഒരു ബെസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ ഉദയ്പൂർ. ആരും മിസ് ചെയ്യരുത്. നിങ്ങളൊരു ഓൾ ഇന്ത്യ അതല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ഭാഗമൊക്കെ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മെയിൻ സിറ്റി പാലസ്, ഇവിടുത്തെ ഹൈലൈറ്റ് സിറ്റി പാലസ് തന്നെയാണ്. അവിടെ പോയാൽ തന്നെ ഇതിൻ്റെ പകുതിയും മുക്കാലൊക്കെ കണ്ടു. പിന്നെയാണ് ബാക്കിയുള്ള ലേക്സും ബാക്കി കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇന്ന് ജോധ്പൂർ പിടിക്കാനാണ്. ഏകദേശം 240 കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഇവിടുന്ന്. ഈ ബ്യൂട്ടി കണ്ടോ, ഈ ബ്യൂട്ടി, രാജസ്ഥാനിലെ പച്ചക്കുന്നുകൾ. ഞാനൊരു രാജസ്ഥാനിൽ നിന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ചിത്രം പാടെ മാറ്റിയിട്ടാ. ഇവരെ ഞങ്ങളൊന്ന് ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. ഞാൻ വിചാരിച്ചത് വലിയ മരുഭൂമിയും കാര്യങ്ങളും അതും ഇതും പച്ചപ്പൊന്നും ഉണ്ടാവില്ല എന്നാണ്. ബട്ട് ഇവിടെ ഫുൾ പച്ചയാണ് ഗൈസ്. ഒരു രസം ടണൽ കാണുമ്പോ ഒരു കോമൺ റൈഡറിനുണ്ടായത് പിരാന്ത്, അത്രേ ഉള്ളൂ. ജസ്റ്റ് കബീറിൻ്റെ ജാക്കറ്റ് ബാക്കിലോട്ട് പോകാനായി, അങ്ങനെ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തതാണ്. ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ലാത്ത റോഡാണ്, നല്ല റോഡ്. എന്താ പറയുക, എണ്ണ വീണ് നമുക്ക് തുടച്ചെടുക്കാന്നറിയില്ലേ, അക്കോലത്തിലുള്ള റോഡാണ്. ചുറ്റും മലകൾ, എവിടെ നോക്കിയാലും മലകളാണ്. എന്താ പറയുക, കാണേണ്ട തന്നെ ബെസ്റ്റ് പ്ലേസ്. ഏതായാലും നിർത്തിയതല്ലേ, അപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒന്ന് ചവിട്ടി. ഞാൻ മുമ്പിൽ പോയിട്ട് ഇവരെ കുറച്ച് വീഡിയോസൊക്കെ മൊബൈലിലെടുത്തു. നമുക്ക് റീലിലും മറ്റേ ഷോർട്സിലൊക്കെ കയറ്റാൻ വേണ്ടിയിട്ട് ഇന്ന് ഈ റീൽ ഓടിക്കണം. ഇവിടുത്തൊക്കെ സ്ത്രീകളുടെ വേഷം ഈ കാണുന്നതാണ് കേട്ടോ. ചിലയിടത്തൊക്കെ ഞാൻ വരുമ്പോൾ ഇങ്ങനെ ചില സ്ത്രീകൾ മൊത്തം മറച്ചിട്ടായിരിക്കും, അതായത് കൈയൊക്കെ ഓപ്പൺ ആയിരിക്കും, അതല്ല ഈ ഫേസിലേക്ക് ഇങ്ങനെ തട്ടം മൊത്തം ഇങ്ങനെ ഇട്ട് കവർ ചെയ്തിട്ടാണ് അവർ നടക്കുന്നത്. എന്താ സംഭവം എന്നറിയില്ല, അവരുടെ സംസ്കാരം അങ്ങനെ ആയിരിക്കും.
കാഴ്ചകൾ കണ്ടോ. നോക്കിയേ, ഒട്ടകങ്ങളും ആടുകളും. ഓ മോനെ, രാജസ്ഥാന്റെ എന്താ പറയാ തനതായ ഒരിതുണ്ടല്ലോ, അവരുടെ സംസ്കാരവും അവരുടെ ജോലിയും ഇതൊക്കെ, അതൊക്കെ ഇങ്ങനെ നേരിട്ട് കാണുമ്പോൾ ഏതൊരു കമ്മ്യൂണിറ്റിൻ്റെ അങ്ങനെയാണ്. നമുക്ക് അവരുടെ തനി സംസ്കാരങ്ങളും അവരുടെ ജീവിതശൈലിയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടേക്ക് വന്നത്. ആ ഒരു ആട് മേയ്ച്ചും ഒട്ടകത്തിനെ മേയ്ച്ചൊക്കെ ഇങ്ങനെ വരുന്നത് കാണാൻ നല്ല രസമാണ്. ഈ സൈഡിൽ ഇങ്ങനെ അടുക്കി വെച്ച മതിൽ കണ്ടോ, ഇത് മറ്റേ കല്ലുണ്ടല്ലോ, കല്ലിൽ ഉണ്ടാക്കിയ മതിലാണ്. പക്ഷെ എന്തെന്ന് വെച്ചാൽ അത്ര ക്ലിയർ ആയിട്ട് ബോർഡറൊക്കെ സെറ്റ് ചെയ്ത് എങ്ങനെയാണെന്നായിരിക്കും. ഇതെവിടെ നോക്കിയേ, എന്ത് ക്ലിയർ ആണെന്നറിയോ സാധനം. കട്ട് ചെയ്യുന്നുണ്ടോയെന്ന് അറിയില്ല കേട്ടോ, വെച്ചതിന് ശേഷം എന്തെങ്കിലും വെച്ച് കട്ട് ചെയ്യുന്നുണ്ടോയെന്ന് അറിയില്ല. പക്ഷേ എന്താ സ്ട്രൈറ്റ് ആണ്, ഒന്ന് പൊങ്ങിയിട്ടോ താണിട്ടോ അങ്ങനൊന്നുമില്ല. ഇവിടെ നോക്കിയ ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മല. ഈ കാട്ടിലൊക്കെ ആടിനെ മേയ്ക്കുന്ന ടീംസ്, എൻ്റെ മോനെ, ഇത് ചെമ്മരിയാടൊക്കെ ഉണ്ട്. ഇത് മൊത്തം ചെമ്മരിയാടാണ് കേട്ടോ. അതിൻ്റെ മറ്റേ എന്താ പറയുക, അതിൻ്റെ മറ്റേ പുറത്തുള്ള രോമൊക്കെ എടുത്തിട്ട് ഷെയ്വ് ചെയ്ത ശേഷമുള്ള സാധനമാണ് ഇപ്പോൾ കണ്ടത്. അതൊരു ഫോറസ്റ്റ് ഏരിയ ആണെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മെയിൻ ആൾക്കാരൊന്ന് അതിലൂടെ ചെറിയ പുഴയുണ്ട്, പക്ഷെ അതിലൊന്നും വെള്ളമില്ല. ഞങ്ങൾ വരുമ്പോൾ ഒന്ന് ഇവിടെ നിർത്തിയൊരു ധാബയിൽ ഇവിടുന്ന് ചായ കുടിച്ചു. ഉച്ചക്ക് ഫുഡൊന്നും കഴിച്ചിട്ടില്ല, വിശപ്പില്ല. പിന്നെ ബിസ്ക്കറ്റും ചായയും കുറച്ച് കൂൾ ഡ്രിങ്ക്സൊക്കെ കുടിച്ചു, പള്ള നിറച്ചു. ഇനി നമുക്ക് ജോധ്പൂർ ഏകദേശം 100 കിലോമീറ്റർ ഉണ്ട്. 6 മണിയായിട്ട് എന്താ സൂര്യൻ കത്തി നിൽക്കുന്നുണ്ട്. സൂര്യന് എന്തായാലും മറ്റേ ജുനി അറിഞ്ഞ പോലെ ഓവർ ഡ്യൂട്ടിയാണ്. ഇവിടെ കുറേ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഞങ്ങൾ ഒന്നിച്ച് ഫോട്ടോ എടുത്തു. എന്താ അവരൊക്കെ വ്ളോഗേഴ്സാണ്, മൂപ്പരെ ഞങ്ങൾ ഒന്നിച്ച് ഫോട്ടോ എടുത്തു. ഇവരെ ഞങ്ങളൊന്നിച്ച് ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. 2-3 സബ്സ്ക്രൈബർ കിട്ടി. ഞാനിപ്പോൾ ഇവിടുന്ന് വിടാണ്. റൂട്ടൊക്കെ സെറ്റ് റൂട്ടാണ്, പക്ഷെ നൈറ്റ് വരാൻ നല്ല റിസ്ക് ആണ് കേട്ടോ. ആരും നൈറ്റ് വരാൻ നിൽക്കരുത് ഈ റൂട്ടിലൊന്നും. റൂം ബുക്ക് ചെയ്തു. ഞങ്ങളെപ്പോഴും റൂം ബുക്ക് ചെയ്തിട്ട് വൈകുന്നേരം ആകുമ്പോൾ അങ്ങോട്ട് ലൊക്കേഷൻ വെച്ച് പിന്നെ നേരെ റൂം പിടിക്കലാണ്. അപ്പോൾ റൂം സെറ്റായി. കെബിര സെറ്റല്ലേ? भाई सब्सक्राइब करो माय यूट्यूब चैनल. ओके, आई एम मुजाफिर 411. നല്ല രസമുള്ള റൂട്ടാണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ, അപ്പോൾ അതിൻ്റേതായ ഒരു വൈബുണ്ടാവും. കണ്ടത് തന്നെ ഇങ്ങനെ വീണ്ടും കണ്ടുകൊണ്ടിരിക്കല്ല. കുറേ നാളുകൾക്ക് ശേഷം ഒരു ഡിഫറെൻറ്റ് നാട് കാണുന്ന ഒരു വൈബുണ്ട്. യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും എനിക്കൊരു പ്രാവശ്യം കാണണമെന്ന് വെച്ചാൽ എന്നെ യൂട്യൂബിൽ നോക്കാമല്ലോ. ആ ഒരു കാര്യം കൂടി ഉദ്ദേശിച്ചാണ് ഞാൻ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. നമ്മൾ പോയ കാര്യം നമുക്ക് തന്നെ വീണ്ടും നോക്കാം.
പിന്നെ പോവാനും കാണാത്ത ആൾക്കാരൊക്കെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കും നമ്മളറിയുന്നവർക്കൊക്കെ ഒന്ന് നാടിനെ പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ള ഉദ്ദേശവും യൂട്യൂബിന് പിന്നിലുണ്ട്. ഇപ്പോൾ ഏകദേശം 2200 കിലോമീറ്റർ നമ്മൾ ഓടി നാട്ടിൽ നിന്നും. അവർ ബാക്കിൽ നിന്ന് വരുന്നുണ്ട്, ഞാൻ മെല്ലെ വിട്ടതാണ്. അവിടെ റോഡ് ബ്ലോക്കാണ്, ഇതിലെടുത്തു പോകാനാ പറഞ്ഞത്. ഇതാണ് രാജസ്ഥാൻ. ഇതിലൂടെയാണെന്നാ പറഞ്ഞത്. രാജസ്ഥാനിലെ സ്കൂൾ 5 നിർത്തുന്നുണ്ട്. എവിടേക്കോ കേറി എൻ്റെ മോനെ. അയില്ലേ ഇതവിടെ മാമന്മാരൊക്കെ ഇരുന്നിട്ടുണ്ട്. മാമന്മാരെല്ലാം വൈകുന്നേരത്തെ ഫിത്തിനയിലാണിപ്പോ. ഇതെന്താ, ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടോ. എല്ലാരും ഞങ്ങളെ തന്നെ. അതവിടെ ഒരു കല്യാണം, ചോറിച്ചു പോയാലോ. ഓക്കെ, പഴയ വീടുകളാണ്. തിന്നാൻ വല്ലതും കേട്ടോ. എന്താ എടുത്ത മൂല്യം ആരാണ്ടോ. ഈ വ്യൂ ഒന്ന് നോക്കിയേ, സൺസെറ്റ്, ബൈക്ക് റൈഡ്. ഓ, ഒരു രക്ഷയില്ല മക്കളെ. ഇക്രു ഇതുവരെ എൻ്റെ ചാനലിൻ്റെ അംബാസിഡർ ആയിരുന്നു, പക്ഷെ ഇപ്പൊ ഷങ്ങായി സ്വന്തം തുടങ്ങി. ചാനലല്ല, പരസ്യം. നമ്മൾ മുഞ്ചി ഗൈസ്. ഇതിവിടെ രാജസ്ഥാൻ ഞങ്ങളെ സൈഡാക്കിയപ്പോൾ ഇങ്ങനെ വന്ന് സംസാരിച്ച ആൾക്കാരാണ്. ഓക്കെ ബൈ. रिकॉर्डिंग ओके ठीक है सब्सक्राइब करो ओके यूट्यूब चैनल ठीक ये मैंने कर दिया ओके ഫുള്ള് സബ്സ്ക്രൈബർ കൂട്ടാ. ഞാനിപ്പോൾ ഞാൻ മൊത്തം ഇനി ഹിന്ദിയിൽ വീഡിയോ ആക്കേണ്ടി വരും തോന്നുന്നുണ്ട്. ഹായ് ബോലോ ഹായ്. मेरा छोटा फैंस Do you know English? Are you studying? Do you know English? English नहीं मालूम क्या है भाई. റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് റൂമാണ്. റൂം ഇവിടെ, ഇതാണ് ഇന്നത്തെ നമ്മുടെ റൂം. നമ്മുടെ ഒരാളെ